പുറപ്പാട് 19:5 നിങ്ങൾ എന്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കുമെന്നും 6-ാം വാക്യത്തിൽ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകുമെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവയാം ദൈവത്തിനായി യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും, നാം ഇപ്രകാരം ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തും വിശുദ്ധ ജനവും ഒക്കെയായി തീരണമെങ്കിൽ നാം യഹോവയുടെ വാക്കു കേൾക്കുകയും അത് അനുസരിക്കുകയും യഹോവയുടെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്നവരാകണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിനാൽ നാം അത് അനുസരിക്കേണ്ടിയത് ആവശ്യമാകുന്നു. ആവർത്തനം 10:12-13 വാക്യങ്ങളിൽ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അതിനാൽ നമ്മുടെ നന്മയ്ക്കായി അത് പ്രമാണിക്കുവാൻ നാം ബാധ്യസ്ഥരാകുന്നു. 1 പത്രോസ് 2:9 നാം ദൈവത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ 1-8 വാക്യങ്ങളിൽ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണമെന്നും വചനം അനുസരിക്കാത്തവർ ഇടറിപ്പോകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നുവല്ലോ. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നാം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തും വിശുദ്ധ ജനവുമായി ഈ ഭൂമിയിൽ ജീവിച്ചാൽ ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണവും പരിപാലനവും ദൈവം നമുക്ക് നൽകിത്തരും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.